വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ 8ാമത്തെ ചാപ്റ്റർ അഥവാ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പലരും വളരെ ഡിഫിക്കൽട്ട് ആണെന്നുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചൊരു ചാപ്റ്ററാണ്. എന്തുകൊണ്ടാണ് ഈ ചാപ്റ്ററിന്റെ വീഡിയോ ഇത്ര ഡിലേ ആവുന്നതെല്ലാം പലരും ചോദിച്ചൊരു ചാപ്റ്ററാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ സിംപ്ലസ്റ്റ് വേയിൽ കുറച്ച് ടിപ്സ് എല്ലാമായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബേസിക്കലി കുറച്ച് ഷേപ്പുകളും അതിന്റെ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നിങ്ങൾ +1 കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ മറുപടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഒന്നാമത്തെ പാരബോളയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. പാരബോളയുടെ ഇക്വേഷൻ എന്താണ്? y² = 4ax എന്ന് പറയുന്ന പാരബോളയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇതിൽ 4ax y² = 4ax എന്ന് പറഞ്ഞാൽ സിമെട്രിക് വിത്ത് എക്സ് ആക്സിസ് ആയിരിക്കും. മനസ്സിലാവുന്നില്ല? ആ ഇക്വേഷന്റെ അവസാനം ഏതിലാണോ എൻഡ് ചെയ്യുന്നത് അതാണ് അതിന്റെ സിമെട്രിക് ആയിട്ടുള്ള ആക്സിസ്. സോ y² = 4ax എന്ന് പറഞ്ഞാൽ പാരബോള ഈസ് സിമെട്രിക് വിത്ത് എക്സ് ആക്സിസ് എന്ന് പറയും. അതേ പാരബോള വേറൊരു ഇക്വേഷൻ ഉണ്ട്, x² = 4ay എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ y ആണ്. സോ എന്ത് വരും? പാരബോള ഈസ് സിമെട്രിക് വിത്ത് y ആക്സിസ് എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. Next one, equation of ellipse x² / a² + y² / b² = 1. ഇതാണ് ഇക്വേഷൻ ഓഫ് എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = a² എന്ന് പറയുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. a എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ നമുക്ക് കോണിക് സെക്ഷനിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന 4 ഫോർമുലാസ് അല്ലെങ്കിൽ 4 ഷേപ്പിനെ കുറിച്ച് മാത്രമേ നമുക്ക് മേജർ ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ 4 ഇക്വേഷൻ ഒന്ന് തറോ ആയിട്ടിരുന്നതിന് ശേഷം മാത്രം ചാപ്റ്ററിന്റെ ഇന്നർ കണ്ടന്റ്സിലോട്ട് കടന്നാൽ മതി. നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = 8x at x = 1 and x = 3 and x axis in the first quadrant. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡാറ്റ. ഈ ചോദ്യം എന്ന് പറയുന്നത് 2009 സേ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2009 സേ എക്സാമിന് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണിത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിലുള്ള തന്നിരിക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഇതിലുള്ള ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതണം. ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമുക്കത് 2 തവണ വായിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൽ ആവശ്യമുള്ള ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് അത് നമുക്ക് എടുത്തെഴുതണം. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫൈൻഡ് ദ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, ഓഫ് ദ കർവിന്റെ ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ കർവ് എന്താണ്? y² = 8x എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് കർവ് അവർ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിന്റ്സ് ഗിവൺ ആണ്. ഏതൊക്കെയാണ് പോയിന്റ്സ് തന്നിരിക്കുന്നത്? x = 1, x = 3 പോയിന്റ്സും തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കർവ് അല്ലെങ്കിൽ ഈ പറയുന്ന റീജിയൻ ഉള്ളത് എക്സ് ആക്സിസിലാണ് ഉള്ളത്. റീജിയൻ ലൈസ് ഇൻ എക്സ് ആക്സിസ് ആൻഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏരിയ ഉള്ള റീജിയൻ എക്സ് ആക്സിസിനകത്താണ് ഉള്ളത് അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അറിയാം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പാരബോളന്റെയും എലിപ്സിന്റെയും സർക്കിളിന്റെയും ഇക്വേഷൻ പറഞ്ഞു. അതിൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഏതിന്റെ ഇക്വേഷൻ ആണ്? പാരബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ പാരബോളയുടെ ഏത് ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്യാം? y² = 4ax എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ്? ദ പാരബോള which is symmetric with x axis ആണ് അല്ലെ? ലാസ്റ്റ് എക്സിലല്ലേ എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലാവും? സിമെട്രിക് വിത്ത് എക്സ് ആക്സിസ് ആണെന്ന് നമുക്ക് ഈ തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷൻ തന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. y² = 8x ആണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള y² = 4ax ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എക്സിലായത് കാരണം പാരബോള സിമെട്രിക് വിത്ത് എക്സ് ആക്സിസ് ആണ് നമുക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം. ഇനി നമുക്ക് ഈ പറയുന്ന പാരബോളയുടെ ഡയഗ്രാം വരച്ചാലോ? കോണിക് സെക്ഷൻ എന്ന് പറയുന്ന +1 ചാപ്റ്ററിൽ നമ്മൾ പാരബോള വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. സോ സിമെട്രിക് വിത്ത് എക്സ് ആക്സിസ് ആകുമ്പോൾ പാരബോളയുടെ ഷേപ്പ് എങ്ങനെ വരും? എക്സ് ആക്സിസിലൂടെ നമുക്കറിയാം എന്താണ് എക്സ് ആക്സിസ് ഏതാണ് y ആക്സിസ് എന്ന് അറിയാം. സോ എക്സ് ആക്സിസിലൂടെയുള്ള പാരബോള സിമെട്രിക് വിത്ത് എക്സ് ആക്സിസ് ആയ പാരബോള ഞാൻ വരച്ചു. ക്ലിയർ? ഇനി നമുക്ക് ആ പാരബോളയിൽ ഈ പറയുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ഏതൊക്കെയാണ് പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് x = 1. സോ ഇത് 1 ആയിട്ട് എടുക്കാൻ ഇടയിൽ 2 ഉണ്ട്. സോ 2 നമുക്ക് ആവശ്യമില്ല, നമുക്ക് 1 ഉം 3 ഉം മാത്രം മതിയല്ലോ. ഒരു ഗ്രാഫിനകത്ത് 1 2 3 4 ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യം x = 1 3 എന്ന് പറയുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ അത് മാത്രം മാർക്ക് ചെയ്തു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ കർവിലോട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കണം. ഫൈൻ.
ഈ പോയിന്റിൽ നിന്ന് ഈ കർവിലോട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കണം. പിന്നെ പാരബോള വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പാരബോളയുടെ ഇക്വേഷൻ അതിൽ തന്നെ എഴുതി വെക്കണം. y² = 8x എന്ന് പറയുന്ന പാരബോളയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സോ ആ കർവ്, പാരബോളയുടെ കർവിന്റെ മുകളിൽ തന്നെ ആ ഇക്വേഷൻ എഴുതി വെക്കണം. അതുപോലെ തന്നെ താഴെ 2 പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. 1 ഉം 3 ഉം നമ്മൾ വൃത്തിയായിട്ട് തന്നെ മാർക്ക് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്. ഈ കർവ് ബൗണ്ട് ചെയ്തിരിക്കുന്ന റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏത് റീജിയൻ ആയിരിക്കും? ഈ പറയുന്ന ബൗണ്ടഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലോസ്ഡ് റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു, ഗിവൺ ഡാറ്റ പഠിച്ചു, ഇക്വേഷനിൽ നിന്ന് അത് ഏത് ആക്സിസിലാണ് സിമെട്രി ആയിട്ടുള്ളത് എന്ന് വൃത്തിയായിട്ട് പഠിക്കാം. ഫൈൻ. ദെൻ നെക്സ്റ്റ് ഏരിയയുടെ ഇക്വേഷൻ. ഏരിയ = ഇന്റഗ്രേഷൻ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഇന്റഗ്രൽ ലിമിറ്റ് എന്തിടാം? ലിമിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മുതൽ 3 വരെയാണ് നമുക്ക് ഇവിടെ റീജിയൻ ബൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ലിമിറ്റ് 1, 2, 3. ലിമിറ്റ് 1, 2, 3. നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ് ഏത് ആക്സിസിലുള്ളതാണ്? എക്സ് ആക്സിസിലാണ് നമ്മൾ ലിമിറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്റഗ്രേഷൻ അകത്തിടേണ്ടത് നമ്മൾ എന്താണ്? y dx ആണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എക്സ് ആക്സിസിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇടേണ്ടത് y dx ആണ്. ക്ലിയർ അല്ലേ? ദെൻ അപ്പോ അടുത്ത നമുക്ക് ആവശ്യം y നമുക്ക് അറിയില്ല. ഈ പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാലോ. നമുക്കറിയാം y² = 8x ആണെങ്കിൽ y = എന്ത് വരും? √8x എന്ന് വരും. ക്ലിയർ അല്ലേ? y² = 8x ആണെങ്കിൽ y = എന്ത് വരും? √8x എന്ന് വരും. ഇനി ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. അതായത് ഇക്വേഷൻ വാങ്ങി പോയത് y² = 8x ആണ്, y = √8x. സോ y = √8x നെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 2√2 × √x എഴുതാലോ. 2√2 × √x എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ ആവുന്നുണ്ട്? എങ്ങനെ 2√2 കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് √8 നമുക്ക് എങ്ങനെ എഴുതാം? √4 × 2 എന്ന് എഴുതാം. √4 × 2 എന്ന് എഴുതാം. √8 √4 × 2. ഇതിന് 4 പുറത്തെടുക്കുമ്പോൾ എന്താവും? 2√2 എന്നാവും. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയാണ് √8 2√2 × √x എഴുതിയത്. ക്ലിയർ ആവുന്നെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് 1 to 3. 1 to 3 ആണ്. സോ ഇന്റഗ്രൽ ഓഫ് 1 to 3 2√2 × √x. ക്ലിയർ അല്ലേ? 2√2 × √x. dx കൂടി dx എഴുതാൻ മറക്കരുത്. dx. ഇതിൽ നമുക്ക് ഏത് ടേം കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം? 2√2 എന്ന് പറയുന്ന ടേം നമുക്ക് പുറത്തെടുക്കാം. therefore equal to 2√2 integral of 1 to 3 √x dx എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? √8x എങ്ങനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി എന്നത് എന്തിനു മാറ്റണം എന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് ചോദ്യം ഉണ്ടാവും. എന്തിനാണെന്ന് മാറ്റുന്നത് വെച്ചാൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റുന്നത്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കോൺസ്റ്റന്റ് ടേംസ് എല്ലാം പുറത്തെടുത്തു. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ടേം ഇന്റഗ്രേഷൻ അകത്ത് മാത്രമേ ഉള്ളൂ. ഫൈൻ. അടുത്ത സ്റ്റെപ്പിലോട്ട് 2√2 ഇന്റഗ്രൽ ഓഫ് 1 to 3 √x ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം എങ്ങനെ എഴുതുന്നതാണ്? x⁻1/2 എന്ന് എഴുതുന്നതാണ്. ക്ലിയർ അല്ലേ? √x നമുക്ക് എങ്ങനെ എഴുതാം? x⁻1/2 എന്ന് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഇന്റഗ്രൽ ഓഫ് x⁻n എന്താണ്? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് x⁻1/2 എന്ത് വരും? ഈക്വൽ ടു 2√2 ഇന്റഗ്രേഷൻ ഒഴിവാക്കുക. കാരണം ഇന്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് ആൻസർ വരുള്ളൂ. സോ x⁻1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1. ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ഇടാൻ മറക്കരുത്. ലിമിറ്റ് 1 to 3 ആണ് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനൊക്കെ വാല്യൂസ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനാണ് പോകുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈക്വൽ ടു 2√2 x⁻1/2 + 1 എന്താണ്? x⁻3/2 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് വരും? 3/2 എന്ന് വരും. 1/2 + 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ലിമിറ്റ് 1 to 3 എന്ന് വരും. ക്ലിയർ? ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഡിനോമിനേറ്റർ ഉള്ള ഈ കോൺസ്റ്റന്റ് ടേം അതായത് 3/2 ഞാൻ ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തോട്ട് എടുക്കുകയാണ്. സോ നേരെ റെസിപ്രോക്കൽ ആയിട്ട് വരും. സോ റെസിപ്രോക്കൽ ആയിട്ട് എങ്ങനെയാണ് വരിക? ഈക്വൽ ടു 2√2 × 2/3. 2√2 × 2/3 ആണ്. കാരണം 3/2 നേരെ ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ 2/3 ആയിട്ട് വരും. ഫൈൻ. ദെൻ ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? x⁻3/2 ലിമിറ്റ് 1 to 3. ക്ലിയർ അല്ലേ? ഇനി 2√2 × 2/3 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു
4√2/3 എന്ന് എഴുതാം. 4√2 2 × 2 4, അപ്പോൾ 4√2/3 എന്ന് എഴുതാം. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഏത് ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക? ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. സോ 3/3/2 മൈനസ് ലോവർ ലിമിറ്റ് 1 അപ്ലൈ ചെയ്യാലോ. സോ 1/3/2 എന്ന് വരും. ക്ലിയർ അല്ലേ? നമ്മൾ എക്സിന് അപ്പർ ലിമിറ്റ് ആയി 3 അപ്ലൈ ചെയ്തപ്പോൾ 3/3/2 വന്നു, മൈനസ് ലോവർ ലിമിറ്റ് ആയി 1 അപ്ലൈ ചെയ്യുമ്പോൾ 1/3/2 എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഈക്വൽ ടു 4√2/3 ബ്രാക്കറ്റിനകത്ത് 3/3/2 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ പറയുന്ന 3/3/2 എന്ന് പറയുന്നത് 3/1/2 × 3/1 അല്ലേ? 3/3/2 എന്ന് പറയുന്നത് 3/1/2 × 3/1 അല്ലേ? ആണ്. സോ 3/1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ്. ഇത് 3 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3√3 എന്ന് എഴുതാലോ. മനസ്സിലാവുന്നുണ്ടോ? 3/3/2 നമുക്ക് 3√3 എഴുതാം. സോ ഇവിടെയും എങ്ങനെ എഴുതാം? 3√3 മൈനസ് 1/3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1ന്റെ പവറിൽ എന്ത് ഇട്ടാലും എന്താണ്? 1 ആണ്. സോ നമ്മുടെ ഏരിയയുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 4√2/3 3√3 മൈനസ് 1 എന്ന് കിട്ടി. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് സ്ക്വയർ യൂണിറ്റ്സ് എന്ന് തന്നെ എഴുതണം. ഒരു ആൻസർ ഏരിയയുടെ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം സ്ക്വയർ യൂണിറ്റ് എന്ന് തന്നെ എഴുതണം. വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഡയഗ്രാം ആണ്. ഡയഗ്രാമിന് പർട്ടിക്കുലർ മാർക്ക് ഉണ്ട്. സോ ഡയഗ്രാം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് x² = y ആൻഡ് ദ ലൈൻ y = 4. അവർ തന്നിരിക്കുന്ന രണ്ട് ഡാറ്റാസ് ആണ്. ലൈൻ തന്നിട്ടുണ്ട് y = 4 എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ ഒരു കർവും ബൗണ്ട് ചെയ്ത ഏരിയ, ആ ഒരു റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യം എന്താണ് എടുത്തെഴുതേണ്ടത്? ഗിവൺ ഡാറ്റാസ് ആണ് എടുത്തെഴുതുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഇവിടെ നിന്ന് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെടുത്ത് എഴുതണം? കർവിന്റെ ഇക്വേഷൻ എഴുതണം. x² = y എന്ന് പറയുന്ന കർവ് നമ്മൾ ആദ്യം തന്നെ എടുത്തെഴുതണം. അതുപോലെ തന്നെ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ y = 4 എന്ന് പറയുന്ന ലൈൻ. ക്ലിയർ അല്ലേ? x² = y ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. x² = 4ay x² = 4ay എന്ന് പറയുന്ന പാരബോളയുടെ ഇക്വേഷനുമായിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാം. x² = 4ay എന്ന് പറയുന്ന പാരബോളയുടെ ഇക്വേഷനുമായിട്ട് നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് മനസ്സിലായി? സിമെട്രിക് വിത്ത് y ആക്സിസ് ആണ്. സിമെട്രിക് വിത്ത് y ആക്സിസ് ആണ്. നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ക്ലിയർ അല്ലേ? അവസാനം 4ay ലാണ് സ്ട്രെസ് ചെയ്യുന്നത്. സോ സിമെട്രിക് വിത്ത് y ആക്സിസ് ആണ്. സോ സിമെട്രിക് വിത്ത് y ആക്സിസ് ആയ ഒരു പാരബോളന്റെ കർവും അതുപോലെ തന്നെ y = 4 എന്ന് പറയുന്ന ലൈനും ബൗണ്ട് ചെയ്യുന്ന റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ആ റീജിയൻ വരച്ചാലോ? സിമെട്രിക് വിത്ത് y ആക്സിസ് ആയ പാരബോള നമുക്ക് ആദ്യം വരയ്ക്കണം. സിമെട്രിക് വിത്ത് y ആക്സിസ് ആയ പാരബോള നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ അല്ലേ? സിമെട്രിക് വിത്ത് y ആക്സിസ് ആയ പാരബോള നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കാം. സോ ഇക്വേഷൻ എഴുതുന്നുണ്ട്. x² = y എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എഴുതി വെക്കുന്നത്. എപ്പോഴും നമ്മൾ ആ കർവ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വശത്ത് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയിരിക്കണം. പിന്നെ നമുക്കറിയാം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ഇങ്ങനെയാണ് പോയിന്റ്സ് നമ്മൾ ഇടുക അല്ലെ. നമുക്ക് ഇവിടെ ആവശ്യം 1ഉം 2ഉം 3 ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യം 4 മാത്രമേ ഉള്ളൂ. സോ 4 ഇവിടെയാണ് വരിക. ഫൈൻ. സോ ഈ 4 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കണം. 4 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എങ്ങനെ വരും? ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? 4 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഈ പറയുന്ന കർവിന്റെ രണ്ടറ്റത്തും മുട്ടുന്ന പോലെ വരയ്ക്കണം. കാരണം ഇത് സ്പെഷ്യലി ഈ ക്വാഡ്രന്റ് എന്നവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ രണ്ട് സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ വരയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊരു ഹോൾ റീജിയൻ കിട്ടി. ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹോൾ റീജിയൻ കിട്ടി. ഈ പോയിന്റ് 4 ആണെന്ന് നമുക്കറിയാം. ഇത് 0 ആണെന്ന് നമുക്കറിയാം. ക്ലിയർ? ഇനി നമുക്ക് മൊത്തത്തിലുള്ള റീജിയന്റെ മുഴുവനായിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു റീജിയൻ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു റീജിയൻ ഷെയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഇതേ സാധനം തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഷേപ്പിൽ ഡിഫറൻസ് ഉള്ളത് കാരണം നിങ്ങൾക്ക് വ്യത്യാസമായി തോന്നാം. എന്നാൽ കൂടി ഇതേ സാധനം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇരട്ടിയാണ്. ശരിക്കും ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് 2 വെച്ച് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തമായിട്ടുള്ള ഈ ഒരു ഷേപ്പിന്റെ ഏരിയ നമുക്ക് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 വെച്ച് ഗുണിച്ചാൽ നമുക്ക് മൊത്തമായിട്ട് ഈ ഒരു കംപ്ലീറ്റ് റീജിയന്റെ ഏരിയ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഏരിയ = ഇന്റഗ്രൽ ലിമിറ്റ് എത്ര ഇടും? 0 to 4 ആണ് നമ്മൾ ലിമിറ്റ് ഇടുക. കാരണം നമുക്ക് അറിയുന്ന ഡാറ്റ അതല്ലേ. സോ 0 to 4 നമ്മൾ ലിമിറ്റ് ഇടുന്നു. ഇന്റഗ്രൽ 0 to 4. ക്ലിയർ അല്ലേ? ദെൻ നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ് ഏത് ആക്സിസിലാണ്? y ആക്സിസിലാണ് ലിമിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്റഗ്രേഷനകത്ത് എന്തിടണം? x dy എന്ന് എഴുതണം. ലിമിറ്റ് y ആക്സിസിലാണെങ്കിൽ നമ്മൾ അകത്ത് x dy എന്ന് എഴുതണം. ലിമിറ്റ് x ആക്സിസിലാണെങ്കിൽ നമ്മൾ
വിത്ത് y dx എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്കറിയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് വൈ എന്ന് വരും. എക്സ് ഈക്വൽ ടു റൂട്ട് വൈ. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവിടെ 2 വെച്ച് ഗുണിക്കണം. സോ 2 ഞാൻ പുറത്തിടുകയാണ്, കാരണം ഈ ഒരു റീജിയന്റെ മാത്രമല്ലല്ലോ, നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള റീജിയന്റെ കണ്ടുപിടിക്കണ്ടേ. സോ അതിനെ 2 വെച്ച് ഗുണിക്കണം. സോ 2 നമ്മൾ പുറത്തിടണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. therefore area equal to 2 into integral 0 to 4 root y dy. 0 to 4 root y dy. ക്ലിയർ അല്ലേ? വളരെ വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഫൈൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പുകളിലോട്ട് നമുക്ക് കടക്കുകയാണ്. റൂട്ട് വൈ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 2 into integral 0 to 4 റൂട്ട് വൈനെ y പവർ ഓഫ് 1/2 എന്ന് എഴുതാലോ. y പവർ ഓഫ് 1/2 dy. മുൻപ് പറഞ്ഞ പോലെ തന്നെ പവറിൽ വന്നു വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2 into ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y പവർ ഓഫ് 3/2 എന്ന് വരും. y പവർ ഓഫ് 3/2 എന്ന് വരും. ഈ പറയുന്ന 3/2 നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാലോ. ഫ്രണ്ടിലോട്ട് ഇടാൻ പറ്റും. സോ 3/2 ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. ഈക്വൽ ടു 2 into 2/3 ബ്രാക്കറ്റിനകത്ത് ഇവിടെ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് 0 to 4 ഇടാൻ മറക്കരുത് ആരും. y പവർ ഓഫ് 3/2 ലിമിറ്റ് 0 to 4. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. പുറത്തുള്ള 2 2/3 തമ്മിൽ നമുക്ക് ഗുണിക്കാലോ. ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 4/3 എന്ന് വരും. ഇനി നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അപ്പർ ലിമിറ്റ് ആണ്. സോ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 പവർ ഓഫ് 3/2 മൈനസ് 0 പവർ ഓഫ് 3/2 എന്ന് വരും. 4 പവർ ഓഫ് 3/2 മൈനസ് 0 പവർ ഓഫ് 3/2 എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് തന്നെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ഈക്വൽ ടു 4/3 ബ്രാക്കറ്റിനകത്ത് 4 പവർ ഓഫ് 3/2 കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ എഴുതാം? 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ ഹോൾ പവർ ഓഫ് 3/2 മൈനസ് 0 പവർ ഓഫ് 0ന്റെ പവറിൽ എന്ത് കൊടുത്താൽ എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ 2 ഈ 2 ക്യാൻസൽ ചെയ്യാലോ. ഈക്വൽ ടു 4/3 2 ക്യൂബ് എന്ത് വരും? ബാക്കി 2 ക്യൂബ് മാത്രമേ ഉള്ളൂ. 2 ക്യൂബ് ഈക്വൽ ടു 4/3 ഇൻറ്റു 2 ക്യൂബ് എന്താണ്? 2 ക്യൂബ് 8 ആണ്. 2 ക്യൂബ് 8 ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ ഏരിയ ഈക്വൽ ടു 4 into 8 32/3 സ്ക്വയർ യൂണിറ്റ്സ്. 32/3 സ്ക്വയർ യൂണിറ്റ്. വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇതുപോലെ തന്നെ എഴുതാം, അല്ലാതെ ഒരിക്കലും മക്കപ്പ് ചെയ്തിട്ട് ഒരു സെയിം ഫോർമാറ്റിൽ എക്സിക്യൂട്ട് ചെയ്യരുത്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാമിന്റെ മാർക്ക് ഉണ്ട്. ഡയഗ്രാം വൃത്തിയായിട്ട് പഠിക്കും. ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യത്തിലൂടെ നടക്കാം. ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ ചോദ്യമായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ഫീൽ ആവും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. y = 4, y = 1 ഒരു പോയിന്റ് കൂടി അവർ തന്നിട്ടുണ്ട്. y = 1 ഉം y = 4 ഉം ഒരു അഡീഷണലി ഒരു പോയിന്റ് കൂടി തന്നിട്ടുണ്ട്. ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എങ്ങനെ ആൻസർ ചെയ്യും? ആദ്യം നമുക്ക് കർവിന്റെ ഇക്വേഷൻ എഴുതണം. x² = y. പിന്നെ പോയിന്റുകൾ എടുത്ത് എഴുതണം. y = 4, y = 1 പോയിന്റുകൾ എഴുതണം. ഇത് നമുക്കറിയാം. ഇത് ഏതാണ്? പാരബോള സിമെട്രിക് വിത്ത് y ആക്സിസിന്റെ ഇക്വേഷൻ. അതായത് x² = 4ay എന്ന് പറയുന്ന പാരബോള സിമെട്രിക് വിത്ത് y ആക്സിസിന്റെ ഇക്വേഷൻ ആണ്. അതിലൊരു മാറ്റവും ഇല്ല. ഡയഗ്രാമും നമ്മൾ അതുപോലെ തന്നെ ഡയഗ്രാമും കൺസ്ട്രക്ട് ചെയ്യുന്നു. ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല. ഫൈൻ. സോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇക്വേഷൻ എഴുതാൻ x² = y എന്ന് പറയുന്ന ഇക്വേഷൻ കർവിന് അടുത്ത് തന്നെ എഴുതിയിരിക്കണം. പിന്നെ നമുക്ക് അറിയേണ്ടത് y = 1, y = 4 രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ഇതാണ് 1, ഓൾമോസ്റ്റ് ഇതായിരിക്കും 4 എന്ന് പറയുന്നത്. സോ ഈ രണ്ട് പോയിന്റിലൂടെയും നമ്മൾ ലൈൻ വരയ്ക്കണം. രണ്ട് പോയിന്റിലൂടെയും നമ്മൾ ലൈൻ വരയ്ക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലാതെ മുൻപിൽ ചെയ്ത പോലെ ഒരു പോയിന്റിലൂടെ ലൈൻ വരച്ചാൽ പോലെ ഇവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. സോ രണ്ട് പോയിന്റിലൂടെയും ലൈൻ വരയ്ക്കണം. ഈ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്, ഇതെന്ന് പറയുന്നത് 4 ആണ്. ഫൈൻ. സോ 1ലൂടെയും 4ലൂടെയും നമ്മൾ ലൈൻ വരച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഫുൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ഫുൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 വെച്ച് ഗുണിക്കുന്നു. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ വരച്ചതിലുള്ള പ്രശ്നമാണ്, ശരിക്കും നടുവിലൂടെയാണ് വരേണ്ടത് കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അതാണ് ഒരു സൈഡ് ചിലപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് ഫീൽ ആവും. പക്ഷെ രണ്ടിന്റെ ഏരിയ എന്താണ്? സെയിം ആണ്. ഈ പറയുന്ന രണ്ട് ലൈനുകളുടെ ഇടയിലുള്ള ഈ കംപ്ലീറ്റ് റീജിയന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ ഒരു പോർഷന്റെ മാത്രം ഞാൻ ഷെയ്ഡ് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് ഏരിയയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഏരിയ ഈക്വൽ ടു 2 into ഇന്റഗ്രൽ 2 എന്തിനാണ് വന്നത്? കാരണം നമുക്ക് ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിന്റെ ഏരിയയുടെ ഇരട്ടിയാണ് ടോട്ടൽ എന്ന് പറയാം. സോ 2 into ഇന്റഗ്രൽ ലിമിറ്റ് എന്താണ്?
1 to 4 ആണ് ലിമിറ്റ്. 1 to 4 ആണ് ഇന്റഗ്രേഷന്റെ ലിമിറ്റ്. അത് മറക്കരുത്. 1 to 4 നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ് ഏത് ആക്സിസിലാണ് എടുത്തിരിക്കുന്നത്? y ആക്സിസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അകത്ത് എന്ത് എഴുതണം? x dy എന്ന് എഴുതണം. നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ് y ആക്സിസ് ആയതുകൊണ്ട് x dy എന്ന് നമ്മൾ എഴുതിയിരിക്കണം. ക്ലിയർ അല്ലേ? സോ നമുക്കറിയാം x² = y ആണെങ്കിൽ x = എന്ത് വരും? √2y എന്ന് വരും. x² = y ആണെങ്കിൽ x = √2y എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് equal to area equal to integral 2 into integral 1 to 4 √2y ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? y⁻1/2 dy എന്ന് എഴുതാം. ഞാൻ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതുന്നത്. ലിമിറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അവിടെ 0 to 4 ആണ്, ഇവിടെ 1 to 4 ആണ്, വേറെ വ്യത്യാസമില്ല. സോ y⁻1/2 dy എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പിനകത്ത് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാലോ. സോ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? y⁻3/2 ഡിവൈഡഡ് ബൈ 3/2. ലിമിറ്റ് എന്ത് വരും? 1 to 4 എന്ന് ലിമിറ്റ് വരും. ലിമിറ്റ് 1 to 4 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന 3/2 നമുക്ക് ഇങ്ങോട്ട് എടുക്കാമല്ലോ. സോ ഏരിയ ഈക്വൽ ടു 2 ഇൻറ്റു 2/3 ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളത്? y⁻3/2 ലിമിറ്റ് 1 to 4. ക്ലിയർ? അപ്പൊ ഇവിടെ എന്ത് വരും? 4/3 എന്ന് വരും. ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 4⁻3/2 മൈനസ് 1⁻3/2 എന്ന് വരും. 4⁻3/2 മൈനസ് 1⁻3/2. 4⁻3/2 എന്ത് തന്നെയാണ്? 8 ആണ്. നമ്മൾ മുൻപിൽ ചെയ്തു. ഞാൻ ഒന്നുകൂടി ചെയ്തുതരാം. 4/3 2³ ഹോൾ പവർ ഓഫ് 2/3/2 സോറി 2² ഹോൾ പവർ ഓഫ് 3/2 എന്ന് വരും. മൈനസ് 1 എന്ന് വരും. ക്ലിയർ? 2 2 ക്യാൻസൽ ചെയ്ത് എത്രയായി? 2³ എന്ന് മാത്രമായി. സോ ഏരിയ ഈക്വൽ ടു 4/3 ബ്രാക്കറ്റിനകത്ത് 2³ എന്താണ്? 8 മൈനസ് 1 എന്നാവും. 8 മൈനസ് 1 എന്നാവും. 8 മൈനസ് 1 എത്രയാണ്? 7 ആണ്. സോ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 3 ആണ്. 4 ഇൻറ്റു 7 എത്രയാണ്? 28 ആണ്. therefore 28 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. ഏരിയ ഈക്വൽ ടു 28/3 സ്ക്വയർ യൂണിറ്റ് എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പരീക്ഷകളിലും ഒരേ മോഡലിൽ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോയിന്റുകളിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ അല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. സോ ഒരേ മെത്തേഡിൽ പഠിച്ചാൽ മതി. നമുക്ക് ഈ ചാപ്റ്ററിലുള്ള അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ചോദ്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. സോ നിങ്ങൾ പരീക്ഷയിൽ വരുമ്പോൾ അയ്യോ ഇതെന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇത് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് തോന്നരുതെന്നുകൊണ്ടാണ് എല്ലാ മോഡലും ടെക്സ്റ്റിനകത്തുള്ള എല്ലാ മോഡൽസും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് x² equal to 4y. x² equal to 4y എന്ന് പറയുന്ന കർവും പോയിന്റ് അവർ തന്നിട്ടുണ്ട് y equal to 2, y equal to 4 and x-axis in the first quadrant. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് അവർ എടുത്ത് തന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് x ആക്സിസ് അല്ല, y ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ക്ലിയർ? ഇനി നമുക്ക് ഗിവൺ ഡാറ്റാസ് എഴുതിയാലോ. ആൻസറിൽ ഗിവൺ ഡാറ്റാസ് എഴുതാം. സോ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യം കർവിന്റെ ഇക്വേഷൻ x² equal to 4y എന്ന് പറയുന്ന കർവിന്റെ ഇക്വേഷൻ. പോയിന്റുകൾ തന്നിട്ടുണ്ട്. y equal to 2, y equal to 4 എന്ന് പറയുന്ന പോയിന്റുകൾ അവരുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് y ആക്സിസ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയണം, ഞാനിവിടെ എഴുതുന്നില്ല. ഫൈൻ. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏത് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഏത് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? x² equal to 4ay എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരബോള വിത്ത് സിമെട്രിക് വിത്ത് y ആക്സിസിന് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പാരബോള സിമെട്രിക് വിത്ത് y ആക്സിസ്, നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഇവിടെ y എൻഡ് അപ്പ് ചെയ്യുന്നത്. സോ സിമെട്രിക് വിത്ത് y ആക്സിസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് ഡയഗ്രാം വരച്ചാലോ. പാരബോളയുടെ ഡയഗ്രാം, y ആക്സിസ് സിമെട്രിക് ആയിട്ടുള്ള പാരബോളയുടെ ഡയഗ്രാം ഞാൻ വരച്ചു. ക്ലിയർ? ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് പോയിന്റുകൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം. y equal to 2, 4. സോ ഇതാണ് 2 വെക്കുക, ഇതാണ് 4 എന്ന് വെക്കുക. സോ ഈ പറയുന്ന രണ്ട് റീജിയനിലൂടെയും കണക്ട് ചെയ്യുന്ന ലൈൻ വരയ്ക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നോക്കിയാൽ മതി. സോ നിങ്ങൾക്ക് അറിയാം ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റീജിയൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കേണ്ട. ലൈൻ റൈറ്റ് സൈഡിലോട്ടുള്ള കർവിലോട്ട് മാത്രം കണക്ട് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിലോട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് ഇമ്പോർട്ടന്റ്, കാരണം ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ നമുക്കറിയാം ഈ പറയുന്ന ബൗണ്ടഡ് റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ബൗണ്ടഡ് റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 2 വെച്ച് ഗുണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്റഗ്രൽ 2 to 4. ബാക്കി എന്താ എഴുതുക? നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ് ഏതാണ്? y ആക്സിസിലാണ്. സോ അകത്ത് എന്ത് എഴുതണം?
എക്സ് ഡി വൈ എന്ന് എഴുതണം, അകത്ത് എക്സ് ഡി വൈ എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? സോ നമുക്കറിയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് 4y എന്ന് വരും, ഈക്വൽ ടു 2√y എന്ന് വരും. ക്ലിയർ അല്ലേ? റൂട്ട് ഓഫ് 4y 4 പുറത്തെടുത്താൽ ബാക്കി 2√y എന്ന് കിട്ടും നമുക്ക്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിന് ബാക്കിയുള്ള ഇന്റഗ്രേഷൻ പ്രൊസീഡിങ്സിലോട്ട് കടന്നാലോ? സോ ഇന്റഗ്രേഷനിലോട്ട് കടക്കാം. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ 2 to 4 അകത്ത് എഴുതേണ്ടത് 2√y dy എന്നാണ് എഴുതുക. 2√y dy എന്ന് എഴുതണം. വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഇന്റഗ്രേഷന് പുറത്തെടുക്കാം. സോ 2 പുറത്തെടുത്തു, ബാക്കി 2 to 4 √y dy എന്ന് എഴുതാം. √y dy എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിനകത്ത് എല്ലാ സ്റ്റെപ്പിലും ചെയ്യുന്ന പോലെ ഇന്റഗ്രൽ 2 to 4 √y നെ നമുക്ക് എങ്ങനെ എഴുതാം? y power of 1/2 dy എന്ന് എഴുതാം. y power of 1/2 dy. ഇനി നമ്മൾ ഫുള്ളി ഇന്റഗ്രേഷനിലോട്ട് കിടക്കാണ്. സോ ഇന്റഗ്രേഷൻ ചെയ്ത ശേഷം വരും y power of 3/2 ലിമിറ്റ് 2 to 4 ലിമിറ്റ് 2 to 4. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതിന് മുമ്പായിട്ട് ഈ ഡിനോമിനേറ്ററുള്ള 3/2 ഞാൻ ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ്. സോ 2/3 ആയിട്ട് ഫ്രണ്ടിലോട്ട് വരും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? y power of 3/2 ലിമിറ്റ് 2 to 4 ആണ് നമ്മുടെ ലിമിറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇത് നമുക്ക് 2 × 2 4/3 എന്ന് എഴുതാലോ. ഈക്വൽ ടു 4/3 ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാലോ. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 4 power of 3/2 മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 2 power of 3/2 എന്ന് വരും. 4 power of 3/2 മൈനസ് 2 power of 3/2. അപ്പൊ ഈക്വൽ ടു 4/3. 4 power of 3/2 എങ്ങനെ എഴുതാം? 4 power of 1/2 into 4 power of 1 എഴുതാലോ. 4 power of 1/2 into 4 power of 1 എഴുതാം. 2 power of 3/2 നെ 2 power of 1/2 into 2 power of 1 എഴുതാം. 2 power of 1/2 into 2 power of 1. എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചുകൂടി സിംപ്ലസ്റ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. therefore area equal to 4/3. 4 power of 1/2 into 4 power of 1 നമുക്ക് എങ്ങനെ എഴുതാം? 4√4 മൈനസ് ഇതെന്താണ്? 2√2. 4√4 മൈനസ് 2√2. ഇവിടെ നിർത്തിയാലും മതി, അല്ലെങ്കിൽ ഈ 4 വെച്ച് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും തെറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ഫൈൻ. സോ ആൻസർ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. ഫൈൻ. സോ ഏരിയ ഈക്വൽ ടു 4/3 ബ്രാക്കറ്റിനകത്ത് 4√4 മൈനസ് 2√2 സ്ക്വയർ യൂണിറ്റ് എഴുതാം. അതർവൈസ് വേണമെങ്കിൽ ഈ 4നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ 16√4 അങ്ങനെയൊക്കെ ആക്കി എഴുതാം. അതിനൊന്നും ആവശ്യമില്ല. സോ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ ഫൈൻ. 4√2 വേണമെങ്കിൽ √4 എത്രയാണ്? 2 ആണ്. സോ അങ്ങനെയും സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ ഞാൻ റൂട്ട് ചെയ്തു തരാം. ഈക്വൽ ടു 4√3. 4√2 എത്രയാണ്? 8 ആണ്. മൈനസ് 2√2. ഇങ്ങനെ കൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തു തരാം. ക്ലിയർ? അടുത്തത് ഈ ചാപ്റ്ററിലുള്ള മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ വിത്ത് ഹാവിംഗ് ദി ഇക്വേഷൻ x² + y² = a². വേറെ ഒന്നും ഇതിനകത്ത് തന്നിട്ടില്ല. പോയിന്റ്സ് തരേണ്ട ആവശ്യമില്ല, ക്വാഡ്രന്റ് തരേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടൊരു ചോദ്യം തന്നാൽ നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ആൻസർ. നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ്? ഇക്വേഷൻ എഴുതണം. ഇത് കണ്ടാൽ തന്നെ അറിയാം സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അവർ തന്നിട്ടുണ്ട്. x² + y² = a² എന്ന് പറയുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ച കാര്യമാണ്. ഇതിലറിയാം a ആണ് നമ്മുടെ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. a ആണ് ഇവിടെയുള്ള റേഡിയസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. സോ a റേഡിയസ് വരുന്ന പോലെ നമുക്കൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താലോ. a റേഡിയസ് വരുന്ന പോലെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇതൊരു സർക്കിളിന്റെ ഷേപ്പ് ഇല്ല എന്നൊക്കെ അറിയാം, എന്നാലും നിങ്ങൾ സർക്കിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. ദെൻ ഈ സർക്കിളിനെ ഞാൻ ക്വാഡ്രന്റ് ബേസ് ചെയ്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ക്വാഡ്രന്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ഈ സർക്കിളിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ നമുക്കറിയാം a ആണ് റേഡിയസ്. അപ്പൊ 4 കോർണേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്താണ്? a,0 ആയിരിക്കും. ഇത് -a,0 ആയിരിക്കും. -a, ഇത് 0,a ആണ്. ഇത് 0,-a ആണ്. ഇത് നിങ്ങൾക്ക് സാധാരണഗതിയിൽ അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ റേഡിയസ് എന്താണ്? a ആണ്. നടുവിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ ഹോൾ സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ ഒരു പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്യാണ്. കാരണം ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 വെച്ച് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹോൾ സർക്കിളിന്റെ ഏരിയ കിട്ടും. നമുക്ക് സാമാന്യ ബോധമുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഏരിയ ഈക്വൽ ടു 4 into ഇന്റഗ്രൽ ലിമിറ്റ് ഏതാണ്? നമുക്ക് x ആക്സിസിൽ തന്നെ എടുക്കാം. സോ എന്ത് വരും? 0 to a. എടുത്തിരിക്കുന്ന ലിമിറ്റ് x ആക്സിസിലായത് കാരണം ഇന്റഗ്രേഷനകത്ത് എന്ത് എഴുതണം? y dx എന്ന് മനസ്സിലാവുന്നില്ല. എടുത്തിരിക്കുന്നത് x ആക്സിസിലായത് കാരണം y dx എന്നാണ് നമ്മൾ എഴുതുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ വൈ ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഈ പറയുന്ന വൈയുടെ വാല്യൂ എടുത്ത് ഞാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ? ചെയ്യാം. ഫൈൻ. സോ ഏരിയ ഈക്വൽ ടു 4 into integral 0 to a root of a square minus x square dx എന്ന് വരും. a square minus x square dx. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുല നോക്കാൻ പോവാണ്. അത് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നോക്കി ചിലപ്പോൾ ഫോക്കസ് ഏരിയ ഔട്ട് ആയിരിക്കും ആ ഫോർമുല. സോ അതുകൊണ്ട് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് അറിയാം റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് x by 2 root of a square minus x square plus a square by 2 sin inverse of x by a. ഇതാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നും, എന്താണ് ഇത്ര വലിയ ഫോർമുല എന്നൊക്കെ ചിലർക്ക് തോന്നും. ഒരു 2-3 തവണ എഴുതിയാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ നമുക്ക് ഈ ഫോർമുല വളരെ എളുപ്പത്തിൽ തറവാകും. x by 2 root of a square minus x square plus a square by 2 sin inverse of x by a. വളരെ സിമ്പിൾ ആണ്. ഞാൻ കുറെ തവണ പഠിച്ചിട്ടുള്ള കാരണം എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. നിങ്ങൾ 2-3 തവണ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാലോ പഠിച്ചാലോ നിങ്ങൾക്ക് പറയാൻ പറ്റും. ലിമിറ്റ് എഴുതാൻ മറക്കരുത്. ലിമിറ്റ് 0 to a. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ 4 into ആദ്യം നമ്മൾ ഏത് ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക? ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. സോ ഇതിനകത്ത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും a by 2 എന്നാവും. എക്സിന്റെ സ്ഥാനത്ത് a ആണ്. സോ a by 2 root of a square minus a square. a square minus a square എന്താണ്? 0 ആണ്. സോ ഈ ഹോൾ ടേം എന്തായി മാറും? 0 ആയിട്ട് മാറും. a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? 0 ആവും. കാരണം a by 2 root of a square minus a square ആവും. a square minus a square എന്താണ്? 0 ആണ്. സോ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. a square by 2 sin inverse x by a ക്ക് പകരം എന്താവും? a by a ആവും. അപ്പൊ 1 ആവും. a by a എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 by 2 0 ഹോൾ ടേം 0. ഇവിടെ sin 0 0. സോ ഹോൾ ടേം 0. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ടേമും 0 ആയി മാറും. ക്ലിയർ അല്ലേ? വളരെ വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ 4 into a square by 2 sin inverse of 1. സൈനിന്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് 1 വരിക? sin 90 ആണ് 1. സോ sin inverse of 1 എത്രയായിരിക്കും? pi by 2 എന്ന് വരും. sin inverse of 1 equal to pi by 2 എന്ന് വരും. Equal to 4 into pi a square divided by 4 എന്ന് വരും. 4 into pi a square divided by 4. 2 into 2 4 അല്ലേ? സോ 4 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? pi a square എന്ന് മാത്രം വരും. ഫൈൻ. സോ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. Therefore area equal to pi a square square units. pi a square square. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണ്? pi r സ്ക്വയർ ആണ്. ഇവിടെ റേഡിയസ് a ആയത് കാരണം pi a സ്ക്വയർ എന്ന് തോന്നുന്നു. വൃത്തിയായിട്ട് കാര്യം മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യത്തിലൂടെ കിടക്കാം. 2010 സേ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് x square by 16 plus y square by 9 equal to 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ്. അതുപോലെ തന്നെ ഈ കർവ് ബൗണ്ട് ചെയ്യുന്ന റീജിയന്റെ ഏരിയ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് തന്നെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ കർവിന്റെ ഇക്വേഷൻ ആണ് എഴുതുക. x square by 16 plus y square by 9 equal to 1 എന്ന് പറയുന്ന കർവിന്റെ ഇക്വേഷൻ എഴുതി. നമുക്കറിയാം ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയ എലിപ്സിന്റെ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ അല്ലേ? ആണ്. സോ എലിപ്സിന്റെ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? x square by a square plus y square by b square equal to 1 എന്ന് പറയുന്ന എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കോമ a greater than 1 എന്ന് കൂടി എഴുതണം. a greater than 1 a greater than 1 അല്ല, a greater than b എന്ന് കൂടി നമ്മൾ എഴുതണം. ഫൈൻ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇത് ബേസ് ചെയ്ത ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എക്സും വൈയും കോർഡിനേറ്റ് നമുക്ക് അറിയണം. സോ ആദ്യം എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ y എന്തായിട്ട് കൊടുക്കാം? 0 ആയിട്ട് കൊടുക്കാം. സോ x square by 16 equal to 1 ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ y 0 ആയിട്ട് എടുക്കാം. സോ x square by 16 equal to 1 ആയിട്ട് കൊടുക്കാം. Therefore x square equal to 16, x equal to plus or minus root 16 equal to plus or minus 4 എന്ന് വരും. x equal to plus or minus 4 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ നമുക്ക് x കോർഡിനേറ്റിലുള്ള കാര്യം കിട്ടി. ഇനി നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? x ന്റെ 0 ആയിട്ട് കൊടുക്കുക. സോ y square by 9 equal to 1 ആയിട്ട് കൊടുക്കുക. y square equal to 9, y equal to plus or minus root 9 equal to plus or minus 3. y equal to plus or minus 3. സോ നമുക്ക് x ഉം കിട്ടി y ഉം കിട്ടി. ഇനി നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ എലിപ്സ് വരയ്ക്കാലോ? എളുപ്പത്തിൽ എലിപ്സ് വരയ്ക്കാം. സോ ഞാൻ ഇവിടെ ഒരു എലിപ്സ് വരയ്ക്കുകയാണ്.
ഷേപ്പൊക്കെ ഭയങ്കര മോശമായിരിക്കും, കാരണം ഞാൻ റഫ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഫൈൻ. സോ ഇതാണ് നമ്മുടെ എലിപ്സ് എന്ന് കൺസിഡർ ചെയ്യാം. സോ നമുക്കറിയാം എക്സ് ആക്സിസിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, എ വരയ്ക്കേണ്ടത്. സോ എത്ര വരും, ഇത് 4,0 എന്ന് വരും, ഇത് -4,0 എന്ന് വരും, ഇത് 0,3 എന്ന് വരും, ഇത് 0,-3 എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഡാറ്റാസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് വരച്ചു, ഈ പറയുന്ന എലിപ്സ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരച്ചു. എലിപ്സിന്റെ ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. കംപ്ലീറ്റ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പെർട്ടിക്കുലർ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 വെച്ച് ഗുണിച്ചാൽ പോരെ. ഈ പെർട്ടിക്കുലർ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 വെച്ച് ഗുണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ ഈ പോർഷൻസ് എല്ലാം വായിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏരിയയിലോട്ട് കടക്കുകയാണ്. സോ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഇന്റഗ്രൽ, കാരണം 4 വെച്ച് ഗുണിക്കണമല്ലോ, 4 പോർഷൻസ് അല്ലേ. സോ 4 ഇൻറ്റു ഇന്റഗ്രൽ. ലിമിറ്റ് ആലോചിച്ച് നോക്കിക്കേ, ഇത് 0 ആണ്. സോ ലിമിറ്റ് 0 to 4 ആയിട്ട് എടുക്കണം. എക്സ് ആക്സിസിലാണ് ഞാൻ എടുക്കുന്നത്, എക്സ് ആക്സിസിലുള്ള ലിമിറ്റ് ആണ് എടുക്കുന്നത്. സോ അകത്ത് എന്ത് എഴുതും, y dx എന്ന് എഴുതണം, y dx എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. x² + 16 + y² / 9 = 1 ആണെങ്കിൽ y² / 9 എന്ത് വരും, ഈക്വൽ ടു 1 - x² / 16 എന്ന് വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ, സോറി, x² / 16 എന്ന് വരും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 16 - x² / 16 എന്ന് വരും. 16 - x² / 16 എന്ന് വരും, y² / 9. So y² equal to 9 into 16 minus x² divided by 16 എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതി, പിന്നെ y² / 9 അവിടെ നിർത്തി, x² / 16 അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. സോ അതിൽ നിന്ന് പിന്നെ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. സോ y² equal to 9 into 16 minus x² by 16 എന്ന് കിട്ടി. നമുക്ക് ആവശ്യം ഇവിടെ എന്താണ്, y². ഞാൻ മുകളിലത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ നിർത്തുകയാണ്. നമുക്ക് ആവശ്യം ഇവിടെ y² അല്ല ആവശ്യം, y ആണ് ആവശ്യം. സോ y equal to എന്ത് വരും, റൂട്ട് ഓഫ് ഹോൾ റൂട്ടിനകത്ത് 9/16 16 minus x² എന്ന രീതിയിൽ വരും. ക്ലിയർ അല്ലേ? 9/16 നമുക്ക് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കാലോ, റൂട്ടിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് വരും, y equal to 3/4 root of 16 minus x² എന്ന് വരും. 3/4 root of 16 minus x² എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, കാരണം ഈ പറയുന്ന y എടുത്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. സോ ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്താൽ substituting equation 2 in equation number 1, രണ്ടാമത് കിട്ടിയ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഏരിയ ഈക്വൽ ടു എന്ത് വരും, ഏരിയ ഈക്വൽ ടു 4 into integral 0 to 4 3/4 root of 16 minus x² dx എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ പറയുന്ന മോളിലുള്ള എല്ലാ സ്റ്റെപ്പും വായിക്കുകയാണ്. ഇനി നമ്മൾ പ്യൂർലി ഇന്റഗ്രേഷനിലോട്ട് കിടക്കണം. സോ അതിനു മുമ്പ് ഈ കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തിടാലോ. therefore ഏരിയ ഈക്വൽ ടു 4 into 3/4 പുറത്തിടാണ്. സോ 3/4 ഇന്റഗ്രൽ 0 to 4 ലിമിറ്റ് ഇന്റഗ്രേഷൻ ഫാക്ടർ 16 minus x² dx. ഫൈൻ. ഈ 4ഉം ഈ 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3 into ഇന്റഗ്രൽ 0 to 4 16 minus x² dx എന്ന് കിട്ടും. 16 minus x² dx എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്, a² minus x² ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഞാൻ ഇത്തരം ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് a² minus x² ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x/2 റൂട്ട് ഓഫ് a² minus x² പ്ലസ് a²/2 sin inverse of x/a. മുൻപിലത്തെ അതേ ഫോർമുല നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു 3 into x/2 റൂട്ട് ഓഫ് 16 minus x² 16 minus x² plus a²/2 അപ്പൊ 16/2 sin inverse of x/a. a എത്രയാണ്, 4 ആണ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, a² സ്ഥാനത്താണ് ഇവിടെ 16 ഉള്ളത്. അപ്പൊ a എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. ക്ലിയർ? അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. സോ x/4 എന്നാണ് വരുന്നത്. ലിമിറ്റ് എത്രയാണ്, 0 to 4. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ 4 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ആണ് ആദ്യം അപ്ലൈ ചെയ്യുക. സോ 16 minus 4² എത്രയായി, 0 ആയി. സോ ആദ്യത്തെ ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. രണ്ടാമത്തെ ടേമിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 16/2 sin inverse of 4/4 എന്ന് വരും. ക്ലിയർ അല്ലേ? മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എപ്പോഴും എന്തായിരിക്കും, 0 തന്നെയാണ് വരിക. കാരണം 0/2 0 എഴുതി 0, ഈ ടേം 0 ആയി. ഇവിടെ സൈൻ 0 0 ആണ്. സോ ആ ടേമും 0 ആയി. സോ ഹോൾ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത് ഈക്വൽ ടു 3 into 16/2 എത്രയാണ്, 8 sin inverse of 1. 8 sin inverse of 1. വൃത്തിയായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ നമുക്ക്.
3 into 8 sin inverse of 1 equal to 3 into 8 into sin inverse of 1 എത്രയാണ്? sin inverse of 1 സൈനിന്റെ ഏത് വാല്യൂവിനാണ് 1 കിട്ടുക? സൈനിന്റെ ഏത് വാല്യൂവിനാണ് pi by 2 നാണ് 1 കിട്ടുക? സോ pi by 2. ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു 24. അപ്പൊ 24 pi ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ചെയ്യാം, ഈക്വൽ ടു 12 pi എന്ന് കിട്ടും. 12 pi എന്ന് കിട്ടും. therefore ഏരിയ ഈക്വൽ ടു 12 pi സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. 12 pi സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അടുത്ത നമ്മൾ ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായ ഒരു ചോദ്യത്തിലൂടെയാണ് നടക്കുന്നത്. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു sin x. ഇവിടെ ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ് വന്നിരിക്കുന്നത്. y ഈക്വൽ ടു sin x ബിറ്റ്വീൻ x ഈക്വൽ ടു 0,2π. x ഈക്വൽ ടു 0,2π. ഇതാണ് നമ്മുടെ ചോദ്യം. സോ നിങ്ങൾക്ക് അറിയണം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് y-യുടെ വാല്യൂ y ഈക്വൽ ടു sin x ആണ്. y ഈക്വൽ ടു sin x ആണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0-ന്റെയും 2π-ന്റെയും ഇടയിലാണ്. സോ ആദ്യം നമ്മൾ ഗിവൺ ഡാറ്റ എഴുതുമ്പോൾ y ഈക്വൽ ടു sin x എഴുതണം. അതുപോലെ തന്നെ പോയിന്റ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 2π. ഇതുകൂടി നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ എങ്ങനെ വരയ്ക്കുക? സാധാരണഗതിയിൽ നമ്മൾ വല്ല എലിപ്സോ പാരബോളിയോ സർക്കിളാണ് വരച്ചിരുന്നത്. ഇവിടെ നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്, കാരണം നമ്മൾ ഒരു ഗ്രാഫിന്റെ ഷേപ്പിലാണ് വരയ്ക്കുക. ക്ലിയർ അല്ലേ? സോ നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മുടെ ആംഗിൾസ് ആണ് 0, 90, 180, 270, 360. ഓക്കെ, y ആക്സിസ് നമുക്ക് എന്ത് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. sin 0 എന്താണ്? 0 ആണ്. sin 0 0. അപ്പോൾ ഒരു കുഴപ്പമില്ല. അടുത്ത് sin 90 എത്ര വരും? sin 90 1 ആണ്. സോ ഇവിടെ ഞാൻ 1 ആയിട്ട് എടുക്കണം. സോ sin 90 1 വന്നു. അടുത്ത sin 180 എന്ത് വരും? sin 180 again 0 ആണ്. sin 180 again 0. അടുത്ത sin 270 എന്ത് വരും? sin 270 -1 വരും. സോ ഇത് -1 ആണ്. ക്ലിയർ അല്ലേ? സോ മുകളിൽ 1, താഴെ -1. sin 0 0, sin 90 1 വന്നു. sin 180 എന്ന് പറഞ്ഞാൽ 0 വന്നു. sin 270 എന്ന് പറഞ്ഞാൽ -1 വന്നു. ഫൈൻ. sin 270 -1. അടുത്ത താഴെ വീണ്ടും sin 360 എന്ന് പറഞ്ഞാൽ വീണ്ടും 0 ആയി. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഗ്രാഫ് വരച്ചതെന്ന് വൃത്തിയായി മനസ്സിലായ? ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. സൈൻ്റെ എല്ലാ ചോദ്യത്തിനും ഇതേ ഗ്രാഫ് തന്നെ വരച്ചാൽ മതി. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ sin 0 0 വന്നു. sin 90 1 ആണ് വന്നത്. ഇത് 1 ആണ്. അടുത്ത് sin 180 0 വന്നു. sin 360 എന്ന് പറയുന്നത് -1 ആണ്. സോറി, sin 270 ആണ്. ഇത് 270 ആണ്. 3π/2 എന്ന് പറഞ്ഞാൽ 270 ആണ്. അടുത്ത sin 360 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ദെൻ ഈ പറയുന്ന ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ പോയിന്റിന്റെ ഇടയിലാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ ഉള്ളത്? 0-ക്കും 2π-ക്കും ഇടയിലാണ്. സോ 0-ക്കും 2π-ക്കും ഇടയിലുള്ള ബൗണ്ടഡ് റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഹോൾ റീജിയന്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ ഹോൾ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? സോ അതിനു വേണ്ടി ഞാൻ ഈ പറയുന്ന പൈ വരെയുള്ള റീജിയന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 വെച്ച് ഗുണിച്ചാൽ പോരെ? കാരണം ഇതേ സാധനം തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ 0 to π വരെയുള്ള റീജിയന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 വെച്ച് ഗുണിച്ചാൽ നമുക്ക് മൊത്തമുള്ള ഏരിയ കിട്ടും. സോ ഏരിയ ഈക്വൽ ടു 2 into integral 0 to π. 2 into integral 0 to π. നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു sin x dx ആണ്. y ഈക്വൽ ടു sin x dx. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈക്വൽ ടു 2 into sin x ന്റെ ഇന്റഗ്രൽ എന്താണ്? -cos x ആണ്. ലിമിറ്റ് 0 to π ആണ്. ലിമിറ്റ് 0 to π ഈക്വൽ ടു 2 into മൈനസ് ഞാൻ പുറത്തെടുക്കാം. സോ -2 നമുക്ക് പുറത്തെടുക്കാം. ബാക്കി cos x ആണ്. സോ cos x 0 to π. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈക്വൽ ടു -2 into അപ്പർ ലിമിറ്റ് എന്താണ്? പൈ ആണ്. സോ cos π minus cos 0, cos π minus cos 0 equal to -2 into cos 180 എത്രയാണ്? -1 ആണ്. cos 180 -1 minus cos 0 എത്രയാണ്? 1 ആണ്. cos 0 1 ആണ് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈക്വൽ ടു -2 into -1 equal to -2. ക്ലിയർ? സോ -2 into -2 plus 4 സ്ക്വയർ യൂണിറ്റ്സ്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാ ഏരിയ കണ്ടുപിടിച്ചതെന്ന്. സോ ഏരിയ ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന ഗ്രാഫ് വരയ്ക്കാനാണ്. സൈൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഈ രീതിയിലാണ് ഗ്രാഫ് വരിക. സോ ഒന്നും പേടിക്കാനില്ല. ഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0, 90, 180, 270, 360. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ കംപ്ലീറ്റ് റീജിയനാണ് വേണ്ടത്. സോ അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 to π വരെ ഞാൻ കണ്ടുപിടിച്ചു. നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യത്തിലൂടെ കിടക്കാം. മുൻപിലുള്ള അതേ ചോദ്യത്തിന്റെ മോഡലിലാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല.
ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to cos x. മുൻപിലത്തെ ചോദ്യത്തിൽ y equal to sin x ആയിരുന്നു, ഇവിടെ cos x ആണ്. ബിറ്റ്വീൻ ദ പോയിന്റ് x equal to 0 to 2π. x equal to 0 to 2π. അപ്പോൾ നമ്മൾ ആദ്യം മുൻപിലത്തെ പോലെ തന്നെ ഗ്രാഫ് വരയ്ക്കണം. സോ x ആക്സിസിൽ 0 π/2 π 3π/2 2π എന്ന് പറയുന്ന നമ്മുടെ ആംഗിൾസ് എടുത്തു. y ആക്സിസിൽ നമുക്ക് അറിയാം എന്തൊക്കെയാ വരിക, നമുക്കറിയാം സാധാരണ അറിയാം നമുക്കറിയാം. സോ ആദ്യം cos 0 എത്രയാണ്? 1 ആണ്. cos 0 1 ആണ്. സോ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് നമ്മുടെ ഗ്രാഫ് തുടങ്ങണം. അല്ലാതെ മുൻപിൽ 0 ആയതാലും ഇങ്ങനെ തുടങ്ങി, ഇവിടെ cos 0 1 ആയതാലും ഇവിടെ നിന്ന് ഗ്രാഫ് തുടങ്ങണം. അടുത്ത cos 90 എത്രയാണ്? 0 ആണ്. cos 90 0 ആണ്. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ക്ലിയർ? ദെൻ cos 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. cos 270 എന്ന് പറയുന്നത് again 0 ആണ്. പിന്നെ cos 360 എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ? സോ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കാട്ടെ. ഇങ്ങനെ ആംഗിൾസിന്റെ വാല്യൂസ് നിങ്ങൾ ഓൾറെഡി മുൻപിലുള്ള ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടാവും. cos 0 എന്ന് പറയുന്നത് 1 ആണ്, 90 എന്ന് പറയുന്നത് 0 ആണ്, 180 എന്ന് പറയുന്നത് -1 ആണ്, ഇത് 1 ഇത് -1. അങ്ങനെയാണ് ഗ്രാഫ് എടുക്കുന്നത് കേട്ടോ. ഫൈൻ. 270 എന്ന് പറയുന്നത് again 0 ആണ്, 360 എന്ന് പറയുന്നത് again 1 ആണ്. സോ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരും. നമുക്ക് ഇവിടെ ബൗണ്ടഡ് റീജിയൻ കണ്ടുപിടിക്കണം 0-ന്റെയും 2π ഇടയിൽ. സോ ഇവിടെ ഞാനൊരു ലൈൻ വരച്ച് ബൗണ്ട് ചെയ്യാം കേട്ടോ. സോ ഈ പറയുന്ന കംപ്ലീറ്റ് റീജിയന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സോ ഞാൻ ഇതിനെ ഷെയ്ഡ് ചെയ്യാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയന്റെ ഏരിയ ഉള്ളതിനെ ഞാൻ ഷെയ്ഡ് ചെയ്യാണ്. ഫൈൻ. ഈ ഹോൾ റീജിയന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ താഴെയുള്ളതിന് നടുവിലൂടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. താഴെയുള്ള ഈ ഒരു കർവിന്റെ നടുവിലൂടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഈ സാധനത്തിന്റെ കിട്ടി. 4 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടിയ ഈ 4 ഈക്വൽ പാർട്സിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചിട്ട് 4 വെച്ച് ഗുണിച്ചാൽ പോരെ? വളരെ സിമ്പിൾ. അത് തന്നെയാണ് മെത്തേഡ്. സോ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. y equal to cos x. അതുപോലെ തന്നെ പോയിന്റ് x equal to 0, x equal to 2π പോയിന്റും കിട്ടി. ഏരിയ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരിക? 4 into ഇന്റഗ്രൽ ലിമിറ്റ് നമുക്ക് 0 to π/2 എടുക്കാം. 0 to π/2 എടുത്തു. ബാക്കി y dx ആണ്. സോ വേണമെങ്കിൽ എഴുതാം y dx equal to 4 into ഇന്റഗ്രൽ 0 to π/2. y ക്ക് പകരം എന്ത് എഴുതാം? cos x dx എഴുതാം. y ക്ക് പകരം cos x dx എന്ന് നമ്മൾ എഴുതി. equal to 4 into cos x ഡിഫറൻഷ്യൽ എന്താണ്? sin x ആണ്. cos x ഡിഫറൻഷ്യൽ sin x ആണ്. ലിമിറ്റ് 0 to π/2. ലിമിറ്റ് 0 to π/2. വൃത്തിയായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാലോ. ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 4 into അപ്പർ ലിമിറ്റ് എന്താണ്? π/2. sin π/2 മൈനസ് ലോവർ ലിമിറ്റ് sin 0 ഈക്വൽ ടു 4 into sin π/2 എത്രയാണ്? 1 ആണ്. sin π/2 1 ആണ്. 1 മൈനസ് sin 0 0 ആണ്. ഈക്വൽ ടു 4 എന്ന് വരും. 4 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. therefore ഏരിയ ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടി. ഏരിയ ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടി. വൃത്തിയായിട്ട് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഈ മോഡലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ ഈ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കാരണം ഒരെണ്ണം കണ്ടുപിടിച്ച് 4 കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആണ്. ജസ്റ്റ് 4 വെച്ച് നമ്മൾ ഗുണിച്ചാൽ മതി. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കാം. ഈ ചാപ്റ്ററിലുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യത്തിലോട്ടാണ് നടക്കുന്നത്. ഈ ചാപ്റ്ററിൽ അവസാനത്തെ ചോദ്യത്തിലോട്ടാണ് നടക്കുന്നത്. 2007, 2013, 2014 തുടങ്ങിയ ചോദ്യ പേപ്പറുകളിൽ, പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള അത്രയ്ക്കും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചോദ്യമാണിത്. സോ ചോദ്യത്തിലോട്ട് കടക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് x² + y² = 32 ആൻഡ് ലൈൻ y = x. അപ്പൊ ഈ കർവും ഈ ലൈനും തമ്മിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയ എത്രയാണ്, അല്ലെങ്കിൽ ആ റീജിയന്റെ ഏരിയ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയണം. ഇതിന്റെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് കൂടി ഉണ്ട് കേട്ടോ. ചോദ്യത്തിനകത്ത് ഇതിന്റെ പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് കൂടി ഉണ്ട്. ഓക്കെ ഫൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് അറിയാവുന്ന നമ്മുടെ കർവിന്റെ ഇക്വേഷൻ എഴുതാലോ. ആൻസറിലോട്ട് കിടക്കുമ്പോൾ ആദ്യം നമുക്ക് കർവിന്റെ ഇക്വേഷൻ x² + y² = 32 എന്ന് പറയുന്ന കർവിന്റെ ഇക്വേഷൻ എഴുതാം. അത് നമ്മുടെ ലൈൻ ഏതാണ്? y = x എന്ന് പറയുന്ന ലൈനും അവർ തന്നിട്ടുണ്ട്. ഈ കർവിന്റെ ഇക്വേഷൻ ജനറലി ഏത് ഇക്വേഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ അല്ലേ ഇത് ആണ്. അതായത് x² + y² = a² എന്ന് പറയുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റേഡിയസ് സ്ക്വയർ ഈക്വൽ ടു 32. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ r² = 32 ആണ്.
ആർ ഈക്വൽ ടു √32 ആണ്. ആർ ഈക്വൽ ടു √32, റേഡിയസ് എന്ന് പറയുന്നത് √32. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു 16 × 2 എന്ന് എഴുതാം, ഈക്വൽ ടു 4√2 എന്ന് എഴുതാം. ആർ ഈക്വൽ ടു 16 × 2, 16 റൂട്ട് വെളിയിൽ എടുക്കുമ്പോൾ 4√2 എന്ന രീതിയിൽ മാറ്റി എഴുതാം. സോ ഇത് റേഡിയസ് വരുന്ന ഒരു സർക്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്താൽ പോലെ ആദ്യം 4√2 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ഞാൻ വരച്ചു. ദെൻ സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ക്വാഡ്രന്റ് ബേസിസിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുക. സോ ഞാൻ ആ രീതിയിൽ തന്നെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? 4√2 ആണ്. അപ്പൊ ഈ ക്വാഡ്രന്റ് എന്ത് വരും? 4√2, കുറച്ച് ഇങ്ങോട്ടാക്കി എഴുതുകയാണ്, 4√2, 0 എന്ന് വരും. ഈ ക്വാഡ്രന്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ -4√2, 0 എന്ന് വരും. ഇവിടെ എന്ത് വരും? 0, 4√2 എന്ന് വരും. ഏറ്റവും ബേസിൽ 0, -4√2 എന്ന രീതിയിൽ വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്കി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന സർക്കിളിന്റെ ഇക്വേഷൻ മാത്രമേ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രാം മാത്രമേ വരച്ചുള്ളൂ. നമുക്ക് സർക്കിൾ കൂടാതെ എന്ത് കൂടിയുണ്ട്? ഒരു ലൈൻ കൂടിയുണ്ട്, y = x എന്ന് പറയുന്ന ലൈൻ. നമുക്കറിയാം y = x എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്ററിലൂടെ, ചെറുതായിട്ട് തെറ്റിപ്പോയി, സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമ്മുടെ y = x എന്ന് പറയുന്നത്. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് y = x എന്ന് പറയുന്നത്. സോ ഇതാണ് y = x എന്ന് പറയുന്ന ലൈൻ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് x² + y² = 32 എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഇനി ചില കണ്ടീഷനുകൾ y = x ന് പകരം ചിലപ്പോൾ അവര് y = 2x, y = √3x എന്ന രീതിയിലെല്ലാം തരാം. എങ്ങനെ തന്നാലും നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഈ ഒറിജിനിലൂടെ പോകുന്ന ലൈൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? y = x ന് പകരം y = 2x, 3x, 4x അല്ലെങ്കിൽ √2x, √3x എങ്ങനെ വന്നാലും ഈ പറയുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമുക്കിനി ഏതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഫസ്റ്റ് ക്വാഡ്രന്റില് ഈ ലൈനും കർവും കൂടി കണക്ട് ചെയ്യുന്ന ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. കാരണം ഇതാണ് ബേസിക് കാര്യം. ഒരു ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഗിവൺ ഡാറ്റാസും ആ ഗിവൺ ഡാറ്റാസ് ബേസ് ചെയ്ത ഡയഗ്രാമും നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. അപ്പൊ തന്നെ നമുക്ക് ഹാഫ് ഓഫ് ദ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേഷനിലോട്ടാണ് കടക്കുന്നത്. പക്ഷെ അത് ജസ്റ്റ് ഇന്റഗ്രേഷൻ അല്ല, ഇന്റഗ്രേഷൻ അതിൻ്റെതായ പ്രോബ്ലംസും അല്ലെങ്കിൽ അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും പരീക്ഷകളിൽ അത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കാം. ഫൈൻ. അപ്പൊ ഇന്റഗ്രേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന പോയിന്റുകളെല്ലാം കണ്ടുപിടിക്കണം. ഈ പറയുന്ന ലൈന് കർവിൽ കണക്ട് ആവുന്ന ഈ പോയിന്റ് ഇനീഷ്യലി നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ രണ്ട് ഇക്വേഷനും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്താൽ മതി. അതായത് x² + y² = 32 ആണ്. അതുപോലെ തന്നെ y = x ആണ്. സോ ഈ പറയുന്ന yക്ക് പകരം നമുക്ക് x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ x² + x² = 32 വരും. എങ്ങനെയാണ്? ഈ പറയുന്ന yക്ക് പകരം നമ്മൾ x തന്നെ കൊടുക്കുകയാണ്. അപ്പൊ x² + x² = 32, 2x² = 32, x² = 32/2 = 16. x² = 32/2 = 16. x = +or - √16 = +or - 4. x + +or - 4 എന്ന് കിട്ടി. സോ x ന്റെ വാല്യൂ +or - 4 എന്ന് കിട്ടി. നമുക്കറിയാം x = y അല്ലേ? x = y ആണ്. അപ്പൊ കോർഡിനേറ്റ്സ് എങ്ങനെയൊക്കെ വരിക? 4,4 വരും. അതായത് x +4 ആവുമ്പോൾ y യുടെ വാല്യൂ +4 തന്നെ ആയിരിക്കും. x -4 ആവുമ്പോൾ y യുടെ വാല്യൂ എന്ത് വരും? -4 തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? +4ഉം +4ഉം -4ഉം -4ഉം. എങ്ങനെയാണ് കിട്ടിയത്? x ന്റെ വാല്യൂ +4 -4 ആണ്. സോ x +4 ആവുമ്പോൾ y യുടെ വാല്യൂ എന്ത് വരും? +4 എന്ന് വരും. x -4 ആവുമ്പോൾ y യുടെ വാല്യൂ എന്ത് വരും? -4 എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ x ഉം y ഉം പോസിറ്റീവ് ആയിരിക്കും. സോ ഈ പോയിന്റ് എന്ത് വരും? 4,4 എന്ന് വരും. ഈ പോയിന്റ് 4,4 എന്ന് വരും. അപ്പൊ എവിടെയാണ് -4,4 വരിക? ഇതിന് നേരെ ഓപ്പോസിറ്റ് പോയിന്റിലും ഈ പറയുന്ന ലൈന് കർവിനെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് -4,4 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പോയിന്റുകളും കിട്ടി,
ബാക്കി കാര്യങ്ങളും കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഈ റീജിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ആക്സിസും ലൈനും അല്ലെങ്കിൽ ആക്സിസും കർവുമാണ് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും പോർഷനിൽ ആക്സിസും ലൈനും ആയിരുന്നു, ഇവിടെ അങ്ങോട്ട് ആക്സിസും കർവുമാണ്. സോ ഇതിന് ഞാൻ 2 റീജിയൻ ആയിട്ട് ഞാൻ സ്പ്ലിറ്റപ്പ് ചെയ്യാണ്. ഇത് ഒന്നാമത്തെ റീജിയൻ, ഇത് രണ്ടാമത്തെ റീജിയൻ. ഞാൻ 2 റീജിയൻ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്തു. ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ താഴോട്ട് ലൈൻ വരച്ച് 2 റീജിയൻ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്തു. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ പറയുന്ന ലൈന് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ മുട്ടുന്ന ഈ പോയിന്റ് ഏതായിരിക്കും? ഏത് പോയിന്റിലാണ് ഇവിടെ ഈ സാധനം മുട്ടുക? ഈ മുട്ടുന്ന പോയിന്റ് ഏതാണ്? ഇത് 4 അല്ലേ? സോ ഇത് എക്സ് ആക്സിസിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് 4 തന്നെ ആയിരിക്കും. സോ ഇത് 0,4 അല്ലെങ്കിൽ 0, ഇത് 4 ആയി വന്നു. ഈ പോയിന്റ് നമുക്കറിയാം 4√2,0 ആണ്. ഞാൻ ഇവിടെ സ്ഥലമില്ലാത്ത കാരണം താഴെ എഴുതിയതാ. ഈ പോയിന്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 4√2,0. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി തന്നെ നമുക്ക് മനസ്സിലായിരിക്കണം. ഇത് മനസ്സിലായാൽ നമുക്ക് ബാക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ബാക്കിയുള്ള എക്സിക്യൂഷനിലോട്ട് കടക്കുകയാണ് കേട്ടോ. സോ ഫൈൻ. ഇനി നമ്മൾ ഏരിയയിലോട്ട് കടക്കുകയാണ്. ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഈക്വൽ ടു, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ റീജിയന്റെ ഏരിയ പ്ലസ് രണ്ടാമത്തെ റീജിയന്റെ ഏരിയ അല്ലെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ റീജിയന്റെ ഏരിയ എന്ന് വരും ലിമിറ്റ് 0 to 4 അല്ലേ? 0 to 4 നമ്മൾ എടുത്ത ലിമിറ്റ് ഏതിലാണ്? എക്സ് ആക്സിസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ y dx എന്ന് വരും. അപ്പോൾ y dx പ്ലസ് അടുത്തത് ഇന്റഗ്രൽ 4 to 4√2 അവിടെ വരുന്ന ഇക്വേഷൻ എന്താ വരിക? ഇതേപോലെ തന്നെ എക്സ് ആക്സിസ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ y dx എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4 y dx. ഇവിടെ വരുന്നത് ലൈനും ആക്സിസും ആണ്. സോ ലൈനിന്റെ ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു x. സോ yക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? x എന്ന് കൊടുക്കാം. സോ x dx എന്ന് വരും പ്ലസ് ഇന്റഗ്രൽ 4 to 4√2 എന്ന് വരും. അവിടെ y-യുടെ വാല്യൂ എന്ത് വരും? നമുക്കറിയാം x² + y² = 32 ആണ്. ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. x² + y² = 32, y² = 32 minus x², y =√32 minus x² എന്ന് വരും. ക്ലിയർ അല്ലേ? y =√32 minus x². ഈ y എടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. √32 minus x² dx എന്ന് വരും. വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഇന്റഗ്രേഷനും നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിലോട്ട് കടക്കുകയാണ്. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x²/2 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ x²/2 ലിമിറ്റ് ഇടാൻ മറക്കരുത്. ലിമിറ്റ് 0 to 4 പ്ലസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ √32 - x² എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. സോ അതിന് ഞാനൊന്ന് മാറ്റുകയാണ്. 4 to 4√2 ആണ്. ദെൻ 32നെ മാറ്റിയിട്ട് നമുക്ക് 4√2 എന്ന രീതിയിൽ തന്നെ എഴുതാലോ. സോ 4√2² - x² dx എന്ന രീതിയിൽ മാറ്റി എഴുതണം. ക്ലിയർ അല്ലേ? കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. a² - x² എന്ന് പറയുന്ന ഫോർമാറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 32നെ 4√2² എന്ന രീതിയിൽ മാറ്റി എഴുതി. ക്ലിയർ? ഞാൻ മുകളിലത്തെ നമ്മുടെ ചോദ്യം വായിക്കുകയാണ്, കാരണം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ പ്രൊസീജിയറിലോട്ടാണ് കിടക്കുന്നത്. ഫൈൻ. സോ x²/2 ഞാൻ ഇതുകൂടി ഈ ഫോർമാറ്റിൽ എഴുതി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. x²/2 ലിമിറ്റ് 0 to 4 പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും a² - x² ഫോർമാറ്റിലാണ്. അപ്പൊ നമ്മൾ എന്താണ് എഴുതുക? x/2 √(a² - x²), അതായത് 4√2² - x² പ്ലസ് a²/2. അപ്പൊ എന്ത് വരും? 4√2² / 2 sin inverse of x/a. അപ്പൊ x/4√2 ലിമിറ്റ് 4 to 4√2. ലിമിറ്റ് മറക്കരുത്. 4 to 4√2. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഫീൽ ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അതായത് ഇത് a² - x² ആണ് ഫോർമാറ്റ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരും x/2 √(a² - x² പ്ലസ് a²/2 sin inverse of x/a പ്ലസ് x/a പ്ലസ് c ഇല്ല. പിന്നെ ലിമിറ്റ് 4 to 4√2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാലോ? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 4² മൈനസ് 0² എന്ന് വരും പ്ലസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഡയഗ്രാം വായിക്കുകയാണ്, കാരണം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പേസ് ആവശ്യമാണ്. സോ ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? 4x പകരം 4√2 / 2 എന്ന് വരും. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ,
എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് 4√2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താവും 4√2 ഹോൾ സ്ക്വയർ മൈനസ് 4√2 ഹോൾ സ്ക്വയർ സോ 0 ആവും. സോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും 0 ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. 4√2 നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യം 4√2/2 വരും. പിന്നെ ബ്രാക്കറ്റിനകത്ത് റൂട്ടിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 4√2 ഹോൾ സ്ക്വയർ മൈനസ് 4√2 ഹോൾ സ്ക്വയർ അപ്പൊ 0 ആയി മാറും. സോ ഫസ്റ്റ് ടേമിനകത്ത് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0 ആണ് കിട്ടുക. ഇനി നമുക്ക് സെക്കൻഡ് ടേം നോക്കിയാലോ. 4√2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം 4√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 4√2 ഡിവൈഡഡ് ബൈ 4√2 എന്ന് വരും. 4√2 ഡിവൈഡഡ് ബൈ 4√2 എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് മൈനസ് ലോവർ ടേം ഏതാണ് 4 ആണ്. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 4/2 റൂട്ട് ഓഫ് 4√2 ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ പ്ലസ് 4√2 whole square divided by 2 sin inverse of 4 divided by 4√2 sin inverse of 4 divided by 4√2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ആവരുത്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കരുത്. എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 16/2 എത്രയാണ് 8. ആദ്യത്തെ സാധനം നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് 8 എത്തിച്ചു. 4√2 ഹോൾ സ്ക്വയർ എത്രയാണ് 4√2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 32 തന്നെയാണ്. 32/2 16. 32/2 എത്രയാണ് 16 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് വരും. 16 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് 4/2 എത്രയാണ് 2 ആണ്. 2 ഇൻറ്റു റൂട്ട് ഓഫ് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 4√2 ഹോൾ സ്ക്വയർ എത്ര വരും 32 വരും. 32 മൈനസ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും 32/2 4√2 ഹോൾ സ്ക്വയർ 32/2 എത്രയാണ് 16 സൈൻ ഇൻവേഴ്സ് ഓഫ് 4/4√2 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് എന്ത് വരും 1/√2 എന്ന് വരും. 1/√2 എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സോ 8 പ്ലസ് 16 സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എത്രയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 π/2 ആണ്. സോ π/2 മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 32 മൈനസ് 16 അപ്പൊ റൂട്ട് ഓഫ് 16 പ്ലസ് 16 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എത്ര വരും സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എത്രയാണ് π/4 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറഞ്ഞാൽ π/. നമുക്ക് ഇതിന്റെ ഫർദർ സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പൊ 8 പ്ലസ് ഇതെന്ത് വരും 16 ഇൻറ്റു π/2 ഒരു മാറ്റവും വരുത്തണ്ട. മൈനസ് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 2 8 ആണ്. പ്ലസ് 16 ഇൻറ്റു π/4 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. +8ഉം -8 നമുക്ക് ക്യാൻസൽ ചെയ്യാം. +8ഉം -8ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മുകളിൽ എഴുതി വെക്കാം. സോ കുറെ വലിയ സ്റ്റെപ്പുകൾ ഉണ്ട്. ഓക്കെ, ദെൻ ഈക്വൽ ടു 16 ഇൻറ്റു π/2 മൈനസ് 16 ഇൻറ്റു π/4 എന്ന് വരും. 16 ഇൻറ്റു π/2 മൈനസ് 16 ഇൻറ്റു π/4. ഇതിന്ന് 16 പുറത്തെടുക്കാലോ. അപ്പൊ π/2 മൈനസ് π/4 π/2 മൈനസ് π/4. നമുക്കറിയാം π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. ഇതിന്റെ പകുതിയാണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും 16 ഇൻറ്റു π/4. 90ൽ നിന്ന് 45 പോയ എത്രയാ വരിക 45 തന്നെയാണ്. അപ്പൊ 16 ഇൻറ്റു π/4 ക്യാൻസൽ ചെയ്ത് എന്ത് വരും 4π എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് ഏരിയ ഈക്വൽ ടു 4π സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ഈക്വൽ ടു 4π സ്ക്വയർ യൂണിറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അല്ലാതെ ഇത് 3 വർഷത്തെ പരീക്ഷാ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ഒരു വഴിയില്ല. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്. ചെറിയ സ്റ്റെപ്പുകളിൽ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. ഇതിനകത്ത് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ഈ ഇതേ മെത്തേഡിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ വളരെ വൃത്തിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഈ ചോദ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറോ ഉണ്ട്. സോ അത് ത്രൂ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോസ് എല്ലാം ഫർദർ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.